ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ പപ്പിമോള് സത്യഭാമയുടെ വീട് വിട്ട് ഇറങ്ങുന്നു. മുറ്റത്തേക്ക് ഇറങ്ങിയ പപ്പിമോൾ പിന്തിരിഞ്ഞു നോക്കി ആ വീടിനോട് പറഞ്ഞു, വീടേ ഞാൻ പോവാ, ഇനി നമ്മൾ കാണില്ല എന്ന് പറഞ്ഞുകൊണ്ട് പപ്പിമോള് ആ വീട്ടിൽ നിന്ന് നേരെ റോഡിലേക്ക് ലക്ഷ്യം വെച്ച് നടന്നു. ഇതൊന്നും അറിയാതെ ശ്യാമ വിഷ്ണുവിന്റെ അരികിൽ പപ്പിമോൾ ഉണ്ടാകുമെന്നുള്ള വിശ്വാസത്തിൽ റൂമിൽ തന്നെ ഇരിക്കുന്നു. കുറച്ചു ദൂരം മുന്നോട്ട് പോയി കഴിയുമ്പോ പപ്പിമോൾക്ക് ആകെ സംശയമായി. സത്യമോളുടെ വീട്ടിലേക്ക് ഏതിലെയാ പോവുക എന്നാലോചിച്ച് കുറച്ചു നേരം അവിടെ നിന്നു. എന്തായാലും മുന്നോട്ട് നടക്കാം എന്ന് ചിന്തിച്ച് വീണ്ടും പപ്പിമോൾ അങ്ങനെ പോകുമ്പോഴാണ് സത്യാമ്മ റൂമിലിരുന്ന് കുറച്ചു നേരങ്ങൾ കഴിയുമ്പോൾ സത്യാമ്മ റൂമിലിരുന്ന് ഫയലുകൾ ചെക്ക് ചെയ്യുമ്പോ വിഷ്ണു വാതിക്കലേക്ക് ഓടിയെത്തി. അമ്മേ എന്ന് വിളിച്ചുകൊണ്ട് അരികിലേക്ക് ഓടി വരുന്ന വിഷ്ണുവിനെ കണ്ട് വിഷ്ണുവിന്റെ പരിഭ്രമം മനസ്സിലാക്കി സത്യാമ്മ എന്താടാ എന്ന് ചോദിച്ചു. ഉടനെ വിഷ്ണു പറഞ്ഞു, അമ്മേ പപ്പിമോളെ കാണുന്നില്ല. ഉടനെ സത്യാമ്മ ചോദിച്ചു, എടാ അവള് മുറിയിൽ എവിടെയെങ്കിലും കാണും എന്ന് ചോദിച്ചപ്പോ വിഷ്ണു പറഞ്ഞു, അമ്മേ ഈ വീട്ടിൽ അന്വേഷിക്കാത്ത ഇടം ബാക്കിയില്ല, ഇവിടെ എങ്ങും പപ്പിമോളില്ല. അത് കേട്ടതും സത്യാമ്മ വേഗം ചാടി എഴുന്നേറ്റു. വാടാ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് സത്യാമ്മ വേഗം താഴേക്ക് ഓടിയിറങ്ങി വരുന്നു. എല്ലാവരും സത്യാമ്മ വരാനായി കാത്തിരിക്കുമ്പോ സത്യാമ്മയുടെ വീട്ടിലുള്ള ഏവരും അവിടെ ഹാളിൽ തന്നെ കാത്തി നിൽക്കുന്ന സമയത്ത് സത്യാമ്മ അരികിലേക്ക് ഓടിയെത്തും. രാഘവൻ നായർ പരിഭ്രമത്തോട് ചോദിച്ചു, അമ്മേ പപ്പി. ആ ചോദ്യം കേട്ടതും സത്യാമ്മ പറഞ്ഞു, രാഘവേട്ടൻ വിഷമിക്കാതെ, മോൾ എങ്ങും പോകില്ല, അവക്ക് അങ്ങനെ എങ്ങും പോകാനാവില്ല. ഇനി അഥവാ പോയിട്ടുണ്ടെങ്കിൽ അവളെ ഞാൻ കണ്ടെത്തും, തീർച്ചയായിട്ടും അവളെ തിരിച്ചു കൊണ്ടുവരും എന്ന് സത്യാമ്മ ആശ്വസിപ്പിച്ചു. സത്യാമ്മയുടെ വാക്കുകൾ കേട്ടതോടെ ഏവർക്കും അല്പനേരത്തേക്ക് ആശ്വാസമായി. എന്നാൽ ഇതേ സമയം സത്യമോളുടെ വീട് അന്വേഷിച്ച് ഏത് ദിക്കിലാണെന്നും എവിടെയാണെന്ന് പോലും അറിയാതെ സത്യയുടെ വീട് കണ്ടെത്താം എന്നുള്ള വിശ്വാസത്തിൽ പപ്പിമോള് ആ റോഡിന് സൈഡിലൂടെ നടന്നു മുന്നോട്ട് പോയി. അപ്പോഴേക്കും സത്യാമ്മ വീട്ടിലുണ്ടായിരുന്ന ശ്യാമയെ പിടിച്ചു നിർത്തി. തന്റെ മുന്നിൽ നിൽക്കുന്ന ശ്യാമയെ പിടിച്ചു നിർത്തി ചോദ്യം ചെയ്യാൻ തുടങ്ങി. ശ്യാമേ, നീ നോക്കിയില്ലേ കുഞ്ഞ് എവിടെയാണെന്ന്? പപ്പിയെ നീ എന്താ അന്വേഷിക്കാതിരുന്നത്? പപ്പിമോളെ നീ നോക്കാതിരുന്നത് എന്താ? കൊച്ചു കുഞ്ഞ് അവള്, എട്ടും പുട്ടും തിരിയാത്ത ആ പാവം കുഞ്ഞ് എങ്ങനെയാ ഇവിടുന്ന് ഇറങ്ങി പോവാ? നീ കണ്ടില്ലേ എന്നൊക്കെ ചോദിച്ചതും ശ്യാമ പറഞ്ഞു, സത്യാമ്മേ ഞാൻ അവളെ നോക്കിക്കൊണ്ടിരുന്നതാ. ഇവിടെ ഈ വിഷ്ണുവേട്ടന്റെ റൂമിലോ മറ്റെവിടെ എവിടെയെങ്കിലും ഉണ്ടാകുമെന്നുള്ള വിശ്വാസത്തിലായിരുന്നു ഞാൻ എന്ന് പറഞ്ഞതും ഉടനെ രാഘവൻ നായർ പറഞ്ഞു, ആ സുസ്മിത ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കിയപ്പോ കുഞ്ഞിന്റെ മനസ്സാകെ പേടിച്ചു കാണും, അതായിരിക്കും എന്ന് പറഞ്ഞപ്പോ ഉടനെ വിഷ്ണു പറഞ്ഞു, അതെ അച്ഛാ, അത് തന്നെയായിരിക്കും കാര്യം. പപ്പിമോള് അതിനുശേഷം ഇവിടെ എല്ലാവരോടും പിണക്കത്തിൽ എന്ന പോലെയാ പെരുമാറിയിരുന്നത്, എന്നോടും മിണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞപ്പോ സത്യമ്മ പറഞ്ഞു, ഇനി നോക്കി നിൽക്കണ്ട, നമുക്ക് അന്വേഷിക്കാം. വിഷ്ണു നീ വേഗം നമ്മുടെ വീടിന് അടുത്തുള്ള ആ ജംഗ്ഷനിലേക്ക് പൊക്കോ, ഞാനും രോഹിത്തും കൂടി ആ എതിർവശത്തുള്ള ജംഗ്ഷനിൽ ലക്ഷ്യം വെച്ച് ഞങ്ങൾ പോയിക്കോളാം. അതുകൊണ്ട് നീ ചെമ്പരത്തിമുക്ക് അന്വേഷിക്ക്, ഞാനും രോഹിത്തും മറ്റെവിടെയെങ്കിലും പോകാം എന്ന് പറഞ്ഞ് സത്യാമ്മ വേഗം തന്നെ വണ്ടി ഇറക്കെന്ന് ഇരുവരോടും പറയുമ്പോ ശ്യാമ വേഗം രോഹിത്തിന് അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു, രോഹിത് ഞാനും കൂടെ വരാം. അപ്പോഴേക്കും രോഹിത്തിനോട് ശ്യാമ നിർബന്ധം പിടിക്കുന്നത് കണ്ട് രോഹിത് പറഞ്ഞു, വേണ്ട, ഞാനും സത്യാമ്മയെ പോയിക്കോളാം, നീ ഇവിടെ തൽക്കാലം നിന്നാ മതി എന്ന് പറഞ്ഞുകൊണ്ട് മോൾക്കൊന്നും സംഭവിക്കില്ല, ഉടനെ തന്നെ മോളെ ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരും എന്ന് പറഞ്ഞ് വിഷ്ണുവും രോഹിത്തും സത്യാമ്മയും കൂടി വേഗം പുറത്തേക്ക് ഓടിയിറങ്ങി. വിഷ്ണു ജീപ്പും എടുത്ത് അവിടെ നിന്ന് പോകുമ്പോ രാഘവൻ നായർ ആകെ തളർന്ന അവശനായി ആ സെറ്റിയിലേക്ക് ഇരുന്നു. ഈ സമയത്ത് രോഹിത് സത്യാമ്മയും കൂട്ടി അവിടുന്ന് ഓടുന്ന സമയത്ത് സത്യഭാമ കുഞ്ഞിനെ അന്വേഷിക്കാനായി ഭ്രാന്തി പിടിച്ച് അവിടുന്ന് ഇറങ്ങുമ്പോ ശ്യാമ ആകെ തകർന്നു പോകുന്നു. ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിന്റെ ബാക്കി ഭാഗം എന്നോണം മോള് പേടിച്ചു പോയതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ശ്യാമ തന്റെ നെഞ്ചിൽ കൈവച്ച് എന്റെ പപ്പിമോള് എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു. പൊന്നി പപ്പിമോളെ കാണാതായതിന്റെ വിഷമത്തിലും ശ്യാമ ആകെ തകർന്നിരിക്കുന്നത് കണ്ട് അരികിലേക്ക് എത്തി ശ്യാമയെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുമ്പോ കുറെ ദൂരം മുന്നോട്ട് പോയി കഴിയുമ്പോ പപ്പിമോൾക്ക് ആകെ പേടിയായി. ദൈവമേ, ഇത് എവിടെയാണെന്നും അറിയില്ലല്ലോ, എവിടെയാ സത്യമോളുടെ വീടൊന്നും അറിയില്ല, ഇത് മുന്നോട്ട് പോകും തോറും ഇരുട്ട് കൂടിക്കൂടി വരികയാണല്ലോ, ഇനി ഞാൻ എന്താ ചെയ്യുക? ഇനിയും മുന്നോട്ട് പോയാൽ ഇതിലും കൂടുതൽ ഇരുട്ടാവുമായിരിക്കും, ഉടനെ നേരം വെളുക്കുമെന്ന് കരുതിയിട്ട് ഇതെന്താ വെട്ടം വരാത്തത് എന്നൊക്കെ സത്യയുടെ വീട് അന്വേഷിച്ചിറങ്ങിയ പപ്പിമോള് ആകെ ടെൻഷനിലായി. അപ്പോഴാണ് സത്യാമ്മയും രോഹിത്തും വഴിയിലൂടെ ഇരു സൈഡിലും കുഞ്ഞെവിടെയെങ്കിലും ഉണ്ടാകുമോ എന്നുള്ള പ്രതീക്ഷയിൽ നോക്കിക്കൊണ്ട് ഡ്രൈവ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. വിഷ്ണുവും അതേപോലെ തന്നെ തനിക്ക് എവിടെയെങ്കിലും മോളെ കണ്ടെത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിൽ ജീപ്പിൽ ഇരു സൈഡിലും നോക്കിക്കൊണ്ട് വിഷ്ണുവും ഡ്രൈവ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ശാലിനി മാത്രം ഉറങ്ങാനാകാതെ ആ ഹാളിൽ പലതും ആലോചിച്ച് തലങ്ങും വിലങ്ങും നടക്കുന്നത് കണ്ട് ശാരദാമ്മ അരികിലേക്ക് എത്തി. ആ ശാലിനി, നീ എന്താ ഉറങ്ങാത്തത്? എത്ര നേരമായി എന്ന് ചോദിച്ചപ്പോ ശാലിനി പറഞ്ഞു, എനിക്ക് ഉറക്കം വന്നില്ലമ്മേ, അമ്മ പോയി കിടന്നോ എന്ന് പറഞ്ഞപ്പോ ശാരദാമ്മ പറഞ്ഞു, അമ്മ എന്താ ഉറങ്ങാത്തതെന്നുള്ള ശാലിനിയുടെ ചോദ്യം കൂടി കേട്ടതോടെ ശാരദാമ്മ അറിയിച്ചു, ഞാനൊരു ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റതാ, അപ്പോഴാ ഇവിടെ വെട്ടം കണ്ടത്, അതുകൊണ്ടാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞപ്പോ ശാലിനി പറഞ്ഞു,
അമ്മേ എനിക്ക് ഉറങ്ങാൻ കഴിയുന്നുണ്ടായിരുന്നില്ല, മനസ്സാകെ എന്തോ ഒരു വല്ലാത്തൊരു അസ്വസ്ഥത, എന്താന്ന് അറിയത്തില്ലമ്മേ എന്ന് പറഞ്ഞതും ശാരദാമ്മ പറഞ്ഞു, ചിലപ്പോ ശ്യാമ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തിട്ടായിരിക്കും, ശ്യാമയുടെ കാര്യം ഓർത്തിട്ടാവും എന്ന് പറഞ്ഞതും ഉടനെ ശാലിനി പെട്ടെന്ന് വിഷമത്തോടെ പറഞ്ഞു, ശ്യാമയെ ഓർത്തിട്ടല്ലമ്മേ, പപ്പി എന്നിങ്ങനെ പറയുമ്പോ പപ്പി വഴിയിലൂടെ മുന്നോട്ട് നടന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ പപ്പിയെ കുറിച്ച് ആശങ്കപ്പെട്ട് സംസാരിക്കുമ്പോ പെട്ടെന്ന് ശാലിനിയുടെ ഫോൺ റിങ് ചെയ്തു. ശാലിനിയുടെ ഫോൺ റിങ് ചെയ്യുന്നത് കണ്ടതോടെ വേഗം ശാലിനി എടുത്തു നോക്കിയതും ശ്യാമയമ്മേ എന്ന് പറഞ്ഞു. ശ്യാമയോ എന്ന ആശങ്കയുടെ ശാരദ ചോദിക്കുമ്പോഴേക്കും കുഞ്ഞേച്ചി കുഞ്ഞേച്ചി എന്ന് വിളിച്ച് ശ്യാമ ആകെ വിഷമത്തോടെ സംസാരിക്കുന്നത് കേട്ട് ശാലിനി ചാടി എഴുന്നേറ്റു. എന്താ എന്താ മോൾക്ക് പറ്റിയത് എന്ന് ചോദിച്ചതും ശ്യാമ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, കുഞ്ഞേച്ചി പറഞ്ഞത് ഞാൻ ശ്രദ്ധിച്ചില്ല, ഞാനത് അനുസരിച്ചില്ല. മോൾക്ക് എന്തോ സംശയം തോന്നി കുഞ്ഞേച്ചി, എന്റെ സംസാരങ്ങളൊക്കെ അവൾ കേട്ടെന്നാ എനിക്ക് തോന്നുന്നത്, അതുകൊണ്ട് അവള് വീട് വിട്ടിറങ്ങി. ഇപ്പോ അവളെ കാണാത്ത ടെൻഷനിലാണ് ഞാൻ, എല്ലാവരും അവളെ അന്വേഷിച്ച് പരക്കം പാഞ്ഞിരിക്കുകയാണ് എന്നറിയിച്ചു. ഇത് കേട്ട ഉടനെ ശാലിനി പറഞ്ഞു, നീ ടെൻഷൻ ആവാതെ, നീ വിഷമിക്കാതെ, ഞാൻ എത്രയും വേഗം നിന്റെ മോളെ ഞാൻ കൊണ്ടു തന്നിരിക്കും എന്ന് ശാലിനി ഉടനെ തന്നെ ശ്യാമയെ സമാധാനിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞു. നീ വിഷമിക്കാതിരിക്കെ, ഞാൻ ഉടനെ തന്നെ മോളെ കണ്ടെത്തി നിന്റെ അരികിൽ എത്തിച്ചിരിക്കും, നീ വെച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞേച്ചി എന്ന് വിളിച്ച് ശ്യാമ സങ്കടപ്പെടുമ്പോ ശാലിനി ഫോൺ വയ്ക്കാനായി പറയുന്നു. അപ്പോഴേക്കും അടുത്തു നിന്ന് ശാരദാമ്മ ശാലിനിയെ വിളിച്ചു. എടി എന്താടി എന്ന് ചോദിച്ചതും ശാലിനി പറഞ്ഞു, പറയാം. അപ്പോഴേക്കും പപ്പിമോള് കുറെ ദൂരം നടന്ന് വലിയൊരു കെട്ടിടത്തിന് അരികിലേക്ക് എത്തി. ഇനിയും മുന്നോട്ട് നടന്നു പോകുന്നത് ശരിയാവില്ലെന്ന് പപ്പിമോൾക്ക് തോന്നുന്നു. ഉടനെ തന്നെ അവിടെ ആ മതിലിനരികിൽ ഇരുന്ന് പപ്പിമോള് കുറച്ചു നേരത്തേക്ക് ആലോചിച്ചു. ഞാൻ ഇനിയും മുന്നോട്ട് പോയാ ഇനിയും രാത്രി കൂടി വരികയാണല്ലോ, ഇരുട്ട് ഒത്തിരി ആവുന്നുണ്ട്, ഇനിയും നടന്ന ഇരുട്ട് കൂടുകയുള്ളൂ, അതുകൊണ്ട് ഇവിടെ കുറച്ചു നേരം ഇരിക്കാം, അപ്പോ നേരം വെളുക്കുമെന്ന് തോന്നുന്നു, വെട്ടം വന്നു കഴിഞ്ഞാ പിന്നെ നടന്നു പോകാമല്ലോ, അതുകൊണ്ട് ഇവിടെ തന്നെ ഇരുന്നാ മതി, അല്ലെങ്കിൽ ഇനിയും ഇരുട്ടായാലോ എന്ന് ആലോചിച്ച് പപ്പിമോള് അവിടെ തന്നെ ഇരുന്നു. അപ്പോഴാണ് സത്യാമ്മയും രോഹിതും കൂടി വഴിയിലൂടെ കുഞ്ഞിനെ അന്വേഷിച്ച് പോകുന്ന സമയത്ത് അവിടെ വഴി സൈഡിൽ എവിടെയെങ്കിലും കുഞ്ഞു കാണുമോ എന്ന് പ്രതീക്ഷയോടെ അവർ നോക്കുന്നു. ആ സമയത്ത് ശാലിനി വിവരങ്ങളൊക്കെ ശാരദാമ്മയുമായി പങ്കുവെച്ചു. ശാരദാമ്മ അത് കേട്ടതും, എടി മോളെ, ഈ രാത്രിയിൽ കുഞ്ഞ് എവിടേക്ക് പോയിട്ടുണ്ടാകും എന്ന് ആലോചിച്ചതും ശാലിനി പറഞ്ഞു, അമ്മ വിഷമിക്കാതെ, ഞാൻ എന്റെ മോളെ കണ്ടെത്തും, ഞാൻ എന്റെ മോളെ തിരികെ കൊണ്ടുവരും എന്ന് ശാലിനി പറയുമ്പോഴേക്കും സത്യ അവിടേക്ക് എത്തി. അമ്മേ എന്ന് വിളിച്ചുകൊണ്ട് സത്യ അരികിലേക്ക് വന്നിട്ട് ചോദിച്ചു, എന്താ അമ്മേ, എന്താ പ്രശ്നം എന്ന് ചോദിച്ചതും ശാലിനി എന്ത് പറയുന്നറിയാതെ ആകെ വിഷമത്തോടെ ശാരദാമ്മയെ നോക്കി. ഉടനെ ശാരദാമ്മ, അമ്മ ആരെ രക്ഷിക്കാൻ പോകുന്നേ എന്ന് സത്യമോള് ചോദിച്ചു. അപ്പോഴേക്കും ശാരദാമ്മ പറഞ്ഞു, അതെ, വലിയ മഴയിലും കാറ്റിലും വെള്ളപ്പൊക്കത്തിലും ഒക്കെ ഈ ഉരുൾപൊട്ടലിലും ഒക്കെ ഇതുപോലെ കാണാതാകുന്നവരെ രക്ഷിക്കാൻ അമ്മ പോലീസിനെയും കൂട്ടി ചെല്ലാറുണ്ടല്ലോ, അതുപോലെ പറ്റിയതാ അമ്മ പോലീസിനെയും കൂട്ടി പോകുന്നത് എന്ന് പറഞ്ഞപ്പോ സത്യമോള് കൈ തട്ടിയിട്ട് പറഞ്ഞു, വേണ്ട, എന്നോട് കള്ളമൊന്നും പറയണ്ട, ഞാൻ കേട്ടു എല്ലാം. പപ്പിയെ കണ്ടുപിടിക്കാൻ പോവല്ലേ അമ്മ, പപ്പി അമ്മയുടെ മോളാണോ എന്നായി അടുത്ത ചോദ്യം. ആ ചോദ്യം കേട്ടതും ശാലിനി ആകെ ഞെട്ടിത്തെറിച്ച് നോക്കുന്ന സമയത്ത് ശാരദാമ്മയും ആകെ ടെൻഷനിലെ. ഉടനെ തന്നെ സത്യ പറഞ്ഞു, പറയമ്മേ, അമ്മയുടെ മോളാണോ പപ്പി, അമ്മയുടെ സ്വന്തം മോളാണോ പപ്പി? ആ ചോദ്യം കേട്ട് ശാരദാമ്മയുടെയും ശാലിനിയുടെയും ഞെട്ടിത്തെറിച്ച് നിൽക്കുന്ന ആ മുഖം കണ്ട് സത്യമോള് ചോദിച്ചു, അമ്മേ എനിക്കെല്ലാം മനസ്സിലായി, അമ്മ പറയുന്നത് ഞാൻ കേട്ടല്ലോ, എന്റെ മോളെ ഞാൻ രക്ഷിക്കുമെന്ന്, അപ്പോ പപ്പിയെ രക്ഷിക്കാനാ പോകുന്നു അമ്മ പറഞ്ഞല്ലോ, അമ്മയുടെ മോളാണോ പപ്പി? ശാരദാമ്മയും കഴിഞ്ഞ തവണ പപ്പി മോളെ ഒരാൾ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോകാൻ തുടങ്ങിയപ്പോ അങ്ങനെ സംഭവിച്ചെന്നറിഞ്ഞപ്പോ അമ്മയും ശാരദാമ്മയും അന്ന് പേടിക്കുന്നത് ഞാൻ കണ്ടാണല്ലോ, അല്ല ഇത് എന്നിട്ട് എന്നോട് എന്താ പറയാഞ്ഞത് എന്നെല്ലാം ചോദിച്ച് സത്യമോളെ ചോദ്യം ചെയ്യുന്നത് കണ്ട് എന്ത് മറുപടി പറയാന്നറിയാതെ ശാരദാമ്മയെ ശാലിനിയെ നോക്കി. ഉടനെ സത്യമോളോട് ശാലിനി പറഞ്ഞു, മോളെ, അതൊക്കെ അമ്മ പിന്നീട് വിശദമായിട്ട് മോൾക്ക് പറഞ്ഞു തരാം എന്ന് പറഞ്ഞപ്പോ സത്യ വീണ്ടും ശാലിനിയെ നോക്കി. അമ്മ വേഗം ഒന്ന് പോയി പപ്പിമോളെ കണ്ടുപിടിക്കട്ടെ, അമ്മ ഇപ്പൊ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അമ്മ വേഗം പോയിട്ട് തിരിച്ചു വരാം എന്നറിയിച്ചു. ഇത് കേട്ട സത്യ ശാലിനിയെ നോക്കിയിട്ട് പറഞ്ഞു, വേണ്ട, എനിക്കറിയാം, അമ്മ എന്നോട് കള്ളം പറയണ്ട, അമ്മേ, പപ്പി എന്റെ സിസ്റ്റർ ആണെന്നല്ലേ അപ്പൊ അമ്മ പറഞ്ഞു വരുന്നത്, എനിക്കറിയാം എന്റെ സിസ്റ്ററാ പപ്പിന്ന്, പപ്പി എന്റെ സിസ്റ്റർ ആകുമ്പോ ഞങ്ങൾ ട്വിൻസ് അല്ലേ അമ്മേ എന്ന് ചോദിച്ചു. ആ ചോദ്യം കേട്ടതും ശാരദാമ്മയും ശാലിനിയും ഞെട്ടലോടെ നോക്കി. ഞാൻ അന്ന് പപ്പിയുടെ വീട്ടിൽ ചെന്നപ്പോ പപ്പിയുടെ അമ്മയും പറഞ്ഞല്ലോ ഞാൻ പപ്പിയുടെ അമ്മയുടെ മോള് തന്നെയാണെന്ന്, അതുപോലെ എന്റെ ഫ്രണ്ട് പപ്പി ആയതുകൊണ്ട് പപ്പി അമ്മയുടെ മോളാണെന്ന് അമ്മ പറയുന്നത് അല്ലെ? മക്കളുടെ ഫ്രണ്ട്സ് ഒക്കെ അല്ലെ, ഓരോ അമ്മമാർക്കും സ്വന്തം മക്കളെ പോലെ തന്നെയാ അല്ലേ അമ്മേ എന്ന് സത്യ വീണ്ടും ചോദിച്ചു. ആ ചോദ്യം കേട്ട് ശാലിനിയുടെയും ശാരദാമ്മയുടെയും കണ്ണുകൾ നിറയുന്നു.
എന്ത് പറയണമെന്നറിയാതെ അവർ നിൽക്കുമ്പോ വീണ്ടും സത്യമോള് പറഞ്ഞു, അങ്ങനെ വെച്ചപ്പോ പപ്പിയുടെ അമ്മയും എന്നെ മോളായിട്ട് തന്നെയാ കണ്ടത്. അന്ന് ശാരദാമ്മയും പറഞ്ഞല്ലോ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അത് അന്യ വീടല്ല എന്നും അവരെ എല്ലാവരും എന്റെ ബന്ധുക്കളാണെന്നും സ്വന്തക്കാരാണെന്നും ഒക്കെ. അങ്ങനെ അന്ന് എന്നോട് പറഞ്ഞതല്ലേ ശാരദാമ്മേ എന്ന് ചോദിച്ചതും പെട്ടെന്ന് ശാരദാമ്മ സത്യമോളെ തന്നെ നേരെ നിർത്തിയിട്ട് ചോദിച്ചു, മോളോട് ഇത് ആരൊക്കെയാ പറഞ്ഞത്? അതൊക്കെ കേട്ടതും സത്യമോള് പറഞ്ഞു, അന്ന് ശാരദാമ്മ പറഞ്ഞതല്ലേ, അതുകൊണ്ട് ഞങ്ങള് ട്വിൻസ് അല്ലേ, അപ്പോ ഞങ്ങൾ രണ്ടുപേരും ഒരേ പ്രായമായതുകൊണ്ട് ട്വിൻസ് ആയതിനാൽ എന്റെ സിസ്റ്റർ അല്ലേ പപ്പി, അമ്മ വേഗം ചെന്ന് പപ്പിയെ കണ്ടുപിടിക്ക്, പപ്പിയെ രക്ഷിക്ക്, അമ്മ പൊക്കോ എന്ന് പറഞ്ഞ് ശാലിനിയോട് പോകാൻ പറയുന്നു. ശാലിനി ആ വാക്കുകൾ കേട്ട് സത്യമോളെ തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് മോളെ കെട്ടിപ്പിടിച്ച് കരയുന്നത് കണ്ട് ശാരദാമ്മയും സങ്കടപ്പെടുന്നു. അമ്മ വേഗം വരാട്ടോ എന്ന് പറഞ്ഞ് ശാലിനി വേഗം അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോഴേക്കും ശാരദാമ്മ ശാലിനിയെ വിളിച്ചു, മോളെ സത്യമോൾക്ക് എന്തെങ്കിലും അറിയാവൂടി സംശയം എന്ന് ചോദിച്ചതും ശാലിനി പറഞ്ഞു, അമ്മ കൂടുതലൊന്നും സംസാരിക്കേണ്ട, അമ്മ കൂടുതൽ ടെൻഷനാക്കി അവൾക്ക് കൂടുതൽ സംശയങ്ങളൊന്നും ഉണ്ടാക്കാനുള്ള ഇടവരുത്തണ്ട എന്ന് പറഞ്ഞ് ശാലിനി വേഗം പുറത്തേക്ക് ഇറങ്ങുന്നു. ശാരദാമ്മ ആകെ അങ്കലാപ്പോടെ സത്യമോളെ നോക്കി. സത്യ അതെല്ലാം നോക്കി നിൽക്കുന്നത് കണ്ട് ശാരദാമ്മ അരികിലേക്ക് എത്തി എന്റെ പൊന്നുമോള് എന്ന് പറഞ്ഞ് സത്യയെ ചേർത്ത് പിടിക്കുന്നു. ഈ സമയത്ത് ശാലിനിയും ഒപ്പം സത്യാമ്മയും എല്ലാം കുഞ്ഞിനെ കണ്ടെത്താനുള്ള ശ്രമത്തിൽ എവിടെയെങ്കിലും പപ്പിമോൾ ഉണ്ടാകുമോ എന്നുള്ള പ്രതീക്ഷയിൽ അവർ കാറിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സത്യാമ്മ ഉടനെ തന്നെ പോലീസുമായി ബന്ധപ്പെടുന്നു. പോലീസുകാരോട് എത്രയും വേഗം മോളെ കണ്ടെത്തണമെന്നും ഞങ്ങളുടേതായ രീതിയിൽ അന്വേഷണം നടത്തുന്നുണ്ടെന്നും അത് വെച്ച് നിങ്ങൾ അന്വേഷണത്തിന് അമാന്തം കാട്ടരുതെന്നും ഉടനെ തന്നെ അന്വേഷിച്ചിറങ്ങണമെന്നും സത്യാമ്മ ആവശ്യപ്പെടുന്നു. ഉടനെ തന്നെ ഞങ്ങൾ കണ്ടെത്തിയാൽ ഞങ്ങൾ ഉടനെ വിളിക്കാമെന്ന് സത്യാമ്മ പറയുമ്പോ രോഹിത് ചോദിച്ചു, സത്യാമ്മ ഇപ്പൊ പോലീസ് സ്റ്റേഷനിലേക്കല്ലേ വിളിച്ചത്, അവർ നൈറ്റ് പെട്രോളിംഗ് അല്ലേ എന്ന് ചോദിച്ചിട്ടും നൈറ്റ് ഡ്യൂട്ടിക്കാരല്ലേ അവിടെ ഉള്ളത് എന്ന് ചോദിച്ചപ്പോ സത്യാമ്മ പറഞ്ഞു, അവർക്ക് അവരുടെ ഉറക്കം നഷ്ടമായതിന്റെ ദേഷ്യമാണ്. അത് കേട്ട ഉടനെ രോഹിത് ചോദിച്ചു, അല്ല അവർ നൈറ്റ് ഡ്യൂട്ടിക്കാരല്ലേ, പിന്നെ അവരെന്തിനാ ഉറങ്ങുന്നത് എന്ന് ചോദിച്ചതും സത്യാമ്മ പറഞ്ഞു, അതെ നൈറ്റ് ഡ്യൂട്ടിക്കാരായതുകൊണ്ട് തന്നെയാ അവരായിരിക്കും കൂടുതൽ കിടന്ന് ഉറങ്ങുന്നത് എന്ന് പറഞ്ഞു കുറച്ചുകൂടി വേഗത്തിൽ പോടാ, എല്ലായിടത്തും നോക്കണേ എന്നൊക്കെ സത്യാമ്മ രോഹിത്തിനോട് പറയുന്നു. ഈ സമയത്ത് വിഷ്ണു കുഞ്ഞിനെ കണ്ടെത്താനുള്ള ശ്രമവുമായി അന്വേഷണവുമായി മുന്നോട്ട് പോകുമ്പോൾ അതേ നേരത്ത് തന്നെ ശാലിനി കുഞ്ഞിനെ കണ്ടെത്തുവാൻ തന്റെ ഡ്രൈവറായ രാമേട്ടനെയും വിളിച്ചുകൊണ്ട് കാറിൽ പുറപ്പെട്ടു. രാമേട്ടനോട് ഇടയ്ക്ക് ശാലിനി പറഞ്ഞു, രാമേട്ടനും കൂടി ഒന്ന് നോക്കണേ എന്ന് പറഞ്ഞതും ശരി കുഞ്ഞെ എന്ന് പറഞ്ഞ് രാമേട്ടനും വഴിയരികിൽ എവിടെയെങ്കിലും കുഞ്ഞുണ്ടാകുമോ എന്നുള്ള പ്രതീക്ഷയോടെ രണ്ടുപേരും നോക്കുന്നു. ഈ സമയത്ത് ശാലിനി പ്രാർത്ഥനയോടെ മോളെ കണ്ടെത്താൻ കഴിയണേ എന്ന വിശ്വാസത്തിലും ഉടനെ തന്നെ മോളെ കണ്ടെത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലും കാറിലിരുന്ന് ഇരുവശത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് വിഷ്ണു കുഞ്ഞിനെ എവിടെയെങ്കിലും കണ്ടെത്താൻ കഴിയുമെന്നുള്ള വിശ്വാസത്തിൽ വേഗം തന്നെ അവിടെ വഴിയരിയിൽ കിടന്നുറങ്ങുന്ന ആളുകൾക്ക് അരികിലേക്ക് എത്തിയത്. തന്റെ വണ്ടി ഒതുക്കി നിർത്തിയതിനു ശേഷം അവിടെ പുതച്ചു മൂടി കിടക്കുന്ന ആളുകളുടെ അരികിലെത്തി അവരെ പുതപ്പ് പതുക്കെ മാറ്റി നോക്കുന്നു. അങ്ങനെ ഓരോരുത്തരെയും പുതപ്പ് മാറ്റി നോക്കുന്നതിൽ ഒരാൾ പെട്ടെന്ന് വിഷ്ണുവിനെ തിരിച്ചറിഞ്ഞു. അല്ല വിഷ്ണുയെയോ, എന്താ വിഷ്ണുയ്യ ഇപ്പൊ ഇവിടെ വന്നത് എന്ന് അദ്ദേഹം ചോദിച്ചതും ഉടനെ വിഷ്ണു പറഞ്ഞു, അത് പിന്നെ ഒരു കുട്ടിയെ ഇതുവഴി പോകുന്ന കണ്ടായിരുന്നോ എന്ന് ചോദിച്ചതും ഇല്ല അയ്യ ഞങ്ങള് കണ്ടില്ല എന്ന് പറഞ്ഞു. എന്താ പറ്റിയത് എന്ന് ചോദിക്കുമ്പോഴേക്കും ഉടനെ വിഷ്ണു പറഞ്ഞു, അല്ല ഒരു കുട്ടി എന്ന് പറഞ്ഞപ്പോ ഇല്ലയ്യ ഇതുവഴി വന്നില്ലയ്യ എന്ന് അവർ പറഞ്ഞിട്ട് അവർ വീണ്ടും കിടന്നുറങ്ങുന്നു. വിഷ്ണു ആകെ നിരാശയോടെ വണ്ടിയിൽ തിരികെ കയറി അങ്ങനെ വീണ്ടും കുഞ്ഞിനെ അന്വേഷിച്ച് യാത്ര തുടർന്നു. അപ്പോഴാണ് രോഹിത്തും സത്യാമ്മയും കൂടി കുഞ്ഞിനെ കണ്ടെത്താൻ കഴിയുന്നുള്ള പ്രതീക്ഷയിൽ പോകുമ്പോ പെട്ടെന്നാണ് വഴിയരികിൽ എന്തോ കണ്ടതുപോലെ സത്യാമ്മ പറഞ്ഞു, രോഹിത്തെ നീ വണ്ടി നിർത്തിക്കേ, ഒന്ന് പുറത്തേക്ക് എടുക്കടാ, വീണ്ടും പുറകിലേക്ക് എടുക്ക എന്ന് പറഞ്ഞു. രോഹിത് ചോദിച്ചു, എന്താ സത്യാമ്മേ? അവിടെ ആ ഇരുട്ടിന് മറവിലായിട്ട് പതുക്കെ അവിടെ ആ മൂലയിൽ ആരോ നിൽക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു, വാ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് കാറ് പതുക്കെ രോഹിത് പിന്നിലേക്ക് എടുത്തു. സത്യാമ്മ വേഗം ആ സൈഡിൽ എന്തോ ഉണ്ട് എന്നുള്ള രീതിയിൽ ദാ അവിടെയാ എന്ന് പറഞ്ഞപ്പോ ആ പുല്ലുകൾക്ക് അരികിലായിട്ട് എന്തോ ഒന്നിരിക്കുന്ന പോലെ തോന്നി. അല്പനേരം കഴിഞ്ഞപ്പോ അതുവഴി ഒരു വണ്ടി വന്നപ്പോ ആ വണ്ടിയുടെ വെളിച്ചത്തിൽ അതൊരു ചാക്കുകെട്ടാണെന്ന് കാണുന്നു. അത് കണ്ടതോടെ സത്യാമ്മ പറഞ്ഞു, ഓ അത് ചാക്കായിരുന്നോ, ഞാനോർത്ത് പപ്പിമോള് പേടിച്ച് അവിടെ എങ്ങാനും ഇരിക്കുകയായിരിക്കുമെന്നാ ഞാൻ കരുതിയത്. എടാ നീ വേഗം വണ്ടി എടുക്ക്, വേഗം പോകാം എന്ന് പറഞ്ഞ് സത്യാമ്മ വീണ്ടും രോഹിത്തിനോട് വണ്ടി എടുക്കാനായി അറിയിച്ചു. ഈ സമയത്ത് പപ്പിമോള് തനിച്ച് അവിടെ അങ്ങനെ ഇരിക്കുമ്പോ അതുവഴി ഭിക്ഷക്കാരായ ഒരു ഭാര്യയും ഭർത്താവും കൂടി അവിടേക്ക് എത്തുന്നു. അവരതുവഴി വരുന്ന സമയത്ത് അവിടെ തനിച്ചിരിക്കുന്ന പപ്പിമോളെ കണ്ടതും അവർ അല്പനേരത്തേക്ക് പപ്പിമോളെ രൂക്ഷമായി നോക്കി. ആ നോട്ടം കണ്ടതോടെ പേടിച്ചു വിറച്ച് പപ്പിമോള് വേഗം ചാടി എഴുന്നേൽക്കുന്നു.